നമുക്ക് നിധിയുടെ സുധീഷിൻ്റെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവിൽ നിധി വന്ന് തനിക്കേറ്റ അപമാനത്തെക്കുറിച്ചൊക്കെ സുഭാഷിനോടും സുധീഷിനോടും ഒക്കെ പറയുക. അത് കേട്ട് കഴിഞ്ഞപ്പോൾ അവർക്ക് സഹിച്ചില്ല. കാരണം നീതുവിൻ്റെ സഹോദരനാ അഖിലാണ് അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്നത്. വളരെ മോശമായ രീതിയിൽ, വൃത്തികെട്ട രീതിയിലുള്ള സംസാരം, അതും ബസ് സ്റ്റോപ്പിൽ വെച്ച് എല്ലാവരും കേൾക്കെ സഹിക്കാൻ പറ്റുമോ? സ്വന്തം പെങ്ങളെപ്പോലെ കരുതി നിധിയെ അവരെല്ലാം നോക്കുന്നത്, സുധീഷ് ഒഴികെ ബാക്കി എല്ലാവരും. അപ്പം പിന്നെ തങ്ങളുടെ പെങ്ങൾക്കൊരു അപമാന ഭാരം ഉണ്ടായ സുഭാഷിനൊന്നും സഹിക്കാൻ പറ്റില്ല. സുഭാഷ് പെട്ടെന്ന് സുധീഷിനോട് പറഞ്ഞു വാടാന്ന് പറഞ്ഞു. സുധീഷ് നിധിയുടെ കയ്യിലേക്ക് അങ്ങോട്ട് പിടിച്ചു. അവന്മാരെ എവിടെ വെച്ചാൽ അപമാനിച്ചേ? അവന്മാരെവിടെയുണ്ടെന്ന് ചോദിച്ചു. ബസ് സ്റ്റോപ്പിൻ്റെ അവിടെയുണ്ട്. എങ്കിൽ വരാൻ പറഞ്ഞു. ഇപ്പം തന്നെ ചോദിച്ചിട്ടുള്ളൂ, ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും നികേഷ് പറഞ്ഞു, സുഭാഷ് ഏട്ടാ, ഇതിനു മുമ്പ് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇതിനു മുമ്പോ? അതെ, ഞാൻ നിധിയടുത്തേയും കൂടെ പോകുന്ന സമയത്ത് ഇങ്ങനെ ഒരു തവണ അവൻ വന്നിട്ട് വളരെ മോശമായ രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. അന്ന് നിധിയടുത്തി എന്നോട് പറഞ്ഞേ ഒന്നും പറയണ്ടാന്ന്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ പറയാതിരുന്നേ. ഇതിനെക്കുറിച്ച് സുഭാഷേട്ടനോടും സുധീഷിനോടും ഒന്നും പറയണ്ടെന്ന് പറഞ്ഞോണ്ടാ, അല്ലെങ്കിൽ ഈ കാര്യത്തെക്കുറിച്ച് ഞാൻ അന്നേ പറഞ്ഞേനെന്ന് പറഞ്ഞു. അത് കേട്ടപ്പം നിധിയോട് ദേഷ്യപ്പെടുവാണ് സുധീഷ്. നിധി എന്തു പരിപാടിയാണ് കാണിച്ചേ? അന്നേ അത് അവന്മാരോട് പറയുമായിരുന്നെങ്കിൽ, അല്ല അന്നേ അത് ഞങ്ങളോട് പറയുമായിരുന്നെങ്കിൽ അവന്മാരെ കൈകാര്യം ചെയ്യില്ലായിരുന്നു എന്ന് ചോദിച്ചു. അത് പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവണ്ടല്ലോ എന്ന് കരുതിയിട്ട്. എന്നിട്ടിപ്പോൾ എന്തായി? പെട്ടെന്ന് തന്നെ സുഭാഷ് ഹരീഷിനെ വിളിച്ചു. നീ അങ്ങോട്ടേക്ക് വരണമെന്ന് പറഞ്ഞ സ്ഥലം പറഞ്ഞു കൊടുത്തു. എന്താ കാര്യം എന്ന് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ സുഭാഷ് കോള് കട്ട് ചെയ്യുകയും ചെയ്തു. അങ്ങനെ നിധിയെ വിളിച്ചോണ്ട് അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേനും അവന്മാരവിടെ ഉണ്ടായിരുന്നു. അഖിലിൻ്റെ കൂട്ടുകാരും ഉണ്ടായിരുന്നു. നിധി സുധീഷും ഒക്കെ അങ്ങോട്ട് വരുന്ന കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അഖിൽ ഒരുമാതിരി ഒരു കളയാക്കി ഒരു ചിരിയിരിക്കണം. ദേ വരുന്നു എന്ന് പറഞ്ഞു. അംഗരക്ഷകരെ കൂട്ടിയിട്ടുള്ള വരവാണല്ലോ എന്ന് പറഞ്ഞു. ആ സമയത്ത് സുഭാഷാണ് ആദ്യം ഈ പറയുന്ന അവൻ്റെ കർണത്തടിക്കുന്ന, അഖിലിൻ്റെ കർണത്തടിക്കുന്ന. സാധാരണ സുഭാഷ് അങ്ങനെയൊന്നും ചെയ്യുന്നതല്ല. പക്ഷേ സുഭാഷിന് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു. സുഭാഷ് വെറുതെ ഇരിക്കുവോ, ഒറ്റ അടിക്ക് തന്നെ അഖിൽ താഴെ വീണു. കാരണം മേസ്തിരിപ്പണിക്ക് പോകുന്ന ആളാ. ആ കൈയുടെ തഴമ്പെന്ന് പറഞ്ഞാൽ ചില്ലറയൊന്നുമല്ല. അങ്ങനെ അടികിട്ടി താഴെ വീണ് അഖിൽ ചാടി എഴുന്നേറ്റു. അപ്പോഴേക്കും കൂടെയുള്ളവന്മാരും എതിർക്കുവാണ്. പിന്നെ സുധീഷിൻ്റെ നികേഷിൻ്റെ എല്ലാം കൂടെ പോരാട്ടമായിരുന്നു. നികേഷിനോട് വരണ്ടാന്നൊക്കെ സുഭാഷ് പറഞ്ഞെങ്കിലും നികേഷ് പക്ഷേ കൂട്ടാക്കിയില്ല. നികേഷും അവരോടൊപ്പം പോന്നിട്ടുണ്ടായിരുന്നു. ഹരീഷും എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവന്മാരെ അവിടെ എടുത്തിട്ട് പഞ്ഞിക്കിടുവാണ്. ഒടുക്കം തല്ലുകൊണ്ടൊരു പരുവായി. ഈ സമയം സുധീഷ് പറഞ്ഞു, സോറി പറയടാ. എന്തേ, ഇവൾ ആരാന്നറിയാമോ? എൻ്റെ ഭാര്യ. നിനക്കത് അറിയത്തില്ലല്ലേ? നിനക്കറിയണം അവളെ ആരാ വെച്ചോണ്ടിരിക്കണമെന്ന്. എന്നാൽ നീ കേട്ടോ, എൻ്റെ ഭാര്യയാടാ അവള്. നിനക്കൊക്കെ അങ്ങനെ പലതും തോന്നും, കാരണം നിൻ്റെ വീട്ടിൽ അമ്മയും പെങ്ങന്മാരൊക്കെ ഉള്ളതല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ചീത്ത പറഞ്ഞു. അതുപോലെ തന്നെയാണ് സുഭാഷും. ഒടുവിൽ ബാക്കി കൂടെ ഉള്ളവന്മാരെല്ലാം ഓടി. അഖിലിന് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അഖിലിനാണ് എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനത്തെ ഇടിയായിരുന്നു കിട്ടിയത്. അഖിൽ വീണ് പോയടുത്ത് ഒടുവിൽ എഴുന്നേറ്റ് പോകാൻ തുടങ്ങിയപ്പോൾ സുഭാഷ് പറഞ്ഞു, മതിയടാ, ഇനി ഇടിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ചത്തുപോകുന്നു പറഞ്ഞു. അങ്ങനെ അവനൊടുവിൽ അങ്ങോട്ട് പോവാണ്. ഈ സമയം നിധിയുടെ മുഖത്തൊരു ചിരിയുണ്ടായി. നിധി അങ്ങനെയും ചെയ്യുന്നവളല്ല. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? ഇത്ര മാത്രം അപമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ആർക്കാ അളമുട്ടിയ ചേരം കടിക്കുമെന്ന് പറഞ്ഞു കൊടുക്കൊരു അവസ്ഥയായിരുന്നു നിധിക്ക്. അങ്ങനെ നിധിയെ കൂട്ടിക്കൊണ്ട് അവർ വീട്ടിലേക്ക് വന്നു. കുറേ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും നീതു ടി വി ഒക്കെ കണ്ട് ആസ്വദിച്ചിരിക്കുമ്പോഴത്തേനും നീതുവിൻ്റെ അമ്മ പറഞ്ഞു, എപ്പം നോക്കിയാലും അവൾക്കൊരു ടി വി കണ്ടങ്ങനെ ഇരിക്കുക. എടി, നിനക്കൊരു പണിയില്ലേ? ഞാൻ എന്ത് പണി ചെയ്യാനമ്മേ? അല്ലേലും അങ്ങനെയാണല്ലോ. എന്നെ ഒന്ന് സഹായിക്കണമെന്നൊന്നും നിനക്കൊരു തോന്നലും ഇല്ലല്ലോ. എപ്പോൾ നോക്കിയാലും ടി വിയും കണ്ട ടി വിയുടെ മുന്നിൽ നിന്നോളും, അല്ലെങ്കിൽ ഫോൺ വിളിച്ചുകൊണ്ടിരുന്നോളും. പറഞ്ഞാൽ തലയിലേക്കും കയറത്തില്ല. ഞാൻ എവിടെയേലും ഒന്ന് ഇരിക്കുന്നത് കണ്ട അപ്പം തുടങ്ങും അമ്മയ്ക്ക്. സ്വസ്ഥതയോടെ സമാധാനത്തോടെ ഒരിടത്തൊന്നും ഇരുത്തുകയില്ല. ആ സമയത്താണ് അഖിൽ അങ്ങോട്ടേക്ക് വരുന്നത്. അഖിലിൻ്റെ കോലം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അഖിലിൻ്റെ അച്ഛൻ ചോദിച്ചു, ഇതെന്താടാ, ഇതെന്ത് പറ്റി? എന്ത് പറ്റാനെന്ന് പറ. എടാ, നീ വല്ല ബൈക്കൊന്നും വല്ലതും വീണോ? അതെന്താമ്മേ, എനിക്കെന്താ ബൈക്ക് ഓടിക്കാനൊന്നും അറിയില്ലേ? അല്ല പിന്നെ ഇത്രമാത്രം ഈ മുറിവ് പറ്റിയതൊക്കെ എന്ത് കാണിച്ചാ? അതോ, അതിവിടെ ഒരുത്തി ഉണ്ടല്ലോ, അവൾ കാരണം. ഞാനെന്ത് ചെയ്തെന്നാ? ഞാനാണോ നിങ്ങളെ അടിച്ചെന്ന് ചോദിച്ചു. അതും പറഞ്ഞുകൊണ്ട് നീ ഇത് ചാടി എഴുന്നേറ്റു. എടി, നിൻ്റെ ആ മറ്റവനുണ്ടല്ലോ, എൻ്റെ പെങ്ങളുടെ പിന്നാലെ നടക്കല്ലെന്ന് അവനോട് പറഞ്ഞേന്. അവനും അവൻ്റെ വീട്ടുകാരും കൂടെ വന്നിട്ട് എന്നെ തല്ലി ചതച്ചേന്ന് പറഞ്ഞു. കള്ളത്തരം തന്നെയാണ് അഖിൽ പറയണത്. അത് കേട്ടപ്പോൾ നീ ഇത് പറഞ്ഞു, ഒരു കാരണമില്ലാതെ ഇങ്ങനെ തല്ലിച്ചതക്കില്ല അവർ. അപ്പോഴേക്കും അഖിലിൻ്റെ അമ്മ പറഞ്ഞു, എന്താടി നീ പറഞ്ഞത്? അവരെ ന്യായീകരിക്കുന്നോ? നിൻ്റെ സഹോദരൻ ഇവിടെ തല്ലും കൊണ്ട് വന്ന് ഇന്നേന്നും നിനക്ക് ഒരു കുഴപ്പമില്ലല്ലേ? എന്നിട്ട് അവൾ ന്യായീകരിച്ചുകൊണ്ട് വന്നിരിക്കുന്നു. ആണമില്ലാത്തവള്. എൻ്റെ മോനെ, എന്ത് കോലം വേടാത്? ഈ അമ്മയ്ക്കിത് കണ്ട് സഹിക്കുന്നില്ല എന്ന് പറഞ്ഞു. നീ ഇത് പറഞ്ഞു, ദേ അമ്മേ,
വെറുതെ പ്രശ്നമൊന്നും ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. എന്താണെങ്കിലും അതെ, ഹരീഷേൻ്റെ വീട്ടുകാരെ വെറുതെ ഉപദ്രവിക്കത്തില്ല. അതിന് തക്കതായ കാരണം കാണും. അതേടി, കാരണം ഞാനൊന്നും പറയണില്ല എന്ന് പറഞ്ഞു. ഈ സമയത്ത് അഖിലിൻ്റെ അച്ഛൻ പറഞ്ഞു, ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. ഒരു കാര്യം ചെയ്യാം, ഞാൻ മെമ്പറെ ഒന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ മെമ്പറെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയണം. മെമ്പറോട് ഞാനും കൂടെ വരാമെന്ന് പറഞ്ഞു. നമുക്കിത് വെറുതെ വിട്ടിട്ട് കാര്യമില്ല, കൊണ്ട് കേസ് കൊടുക്കാമെന്ന് പറഞ്ഞു. നീ ഇത് പറഞ്ഞു, കേസിനൊന്നും പോലമ്മേ, വെറുതെ പ്രശ്നമാവുമെന്ന് പറഞ്ഞു. മിണ്ടാതെ അവിടെ ഇരുന്നോണം. നിന്നോട് ആരെങ്കിലും അഭിപ്രായം ചോദിച്ചോ? പിന്നീട് അഖിലിനെ വിളിച്ചു. വാടാ എന്ന് പറഞ്ഞു. അഖിലിനെ വിളിച്ച് അഖിലിൻ്റെ അച്ഛനും അമ്മയും കൂടെ നേരെ മെമ്പറെ കൂട്ടിക്കൊണ്ട് ഹരീഷിൻ്റെ വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങുവാണ്. നീതുവിനും മനസ്സിലായി ഇത് ഇവിടെ കൊണ്ടൊന്നും തീരത്തില്ലെന്ന്. ഈ സമയത്ത് ഹരീഷും നികേഷും എല്ലാവരും കൂടെ വീട്ടിലേക്ക് വന്നു. ഹരീഷിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. താൻ കാരണമാണല്ലോ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. ഹരീഷ് നിധിയുടെ മുന്നിൽ നിന്നിട്ട് കൈ കൂപ്പിക്കൊണ്ട് പറഞ്ഞു, അതെ നിധിയായിട്ട് ക്ഷമിക്കണം കേട്ടോ, ഞാൻ കാരണമല്ല ഇങ്ങനെയൊക്കെ ഉണ്ടായത്. നീ എന്തിനാ എന്നോട് ക്ഷമ ചോദിക്കുന്നത്? അല്ല, എന്നോടുള്ള ദേഷ്യത്തിനല്ലേ നിധിയടുത്ത് വഴി തടഞ്ഞു നിർത്തി അവന്മാർ അങ്ങനെ വൃത്തിയായിട്ട ഭാഷകളൊക്കെ പറഞ്ഞേ. അതൊന്നും സാരമില്ല, പോട്ടേടാ. അതൊന്നും ഓർത്ത് എനിക്കിപ്പോൾ ഒരു ടെൻഷനില്ല. അവന്മാർക്കിട്ട് കിട്ടാനുള്ളത് കിട്ടിയില്ലോ. എല്ലാവരും കൂടി ചേർന്ന് നല്ല രീതിയിൽ തല്ലി ചതച്ചില്ലേന്ന് ചോദിച്ചു. നികേഷ് പറഞ്ഞു, കൊടുത്ത് വെച്ചിട്ട് കുറഞ്ഞു പോയെന്ന് എനിക്കൊരു സംശയമുള്ള, കുറച്ചുകൂടെ കൊടുക്കണമായിരുന്നു, അഹങ്കാരം തീർത്ത് വിടണമായിരുന്നു പറഞ്ഞു. സുധീഷ് പറഞ്ഞു, അത് ശരിയാ, ഇനി അവൻ എന്താണെങ്കിലും നിധിയുടെ മുന്നിൽ വന്ന് നിൽക്കാനൊന്നും ഭയക്കൂന്ന് പറഞ്ഞു. ചോദിക്കാനും പറയാനും ആളുണ്ടെന്ന് അവനൊന്ന് കരുതട്ടെ. അവൻ്റെ വിചാരം എന്താ, ആരും ചോദിക്കത്തുമില്ല പറയത്തുമില്ലെന്നാ എന്ന് പറഞ്ഞു. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പുറത്ത് ഇവിടെ ആരുമില്ല എന്നൊരു സംസാരം കേട്ടെ. അപ്പോഴേക്കും ഭാസ്കരനും അങ്ങോട്ട് വന്നു. എന്താ ഏതാന്നൊക്കെ ചോദിച്ചു. ഓ, നിങ്ങളിവിടെ ഉണ്ടായിരുന്നോ എന്നൊക്കെ അതിന് അച്ഛൻ ചോദിക്കുകയാണ്. എന്താടാ കാര്യം, എന്താടാ ഓട്ടോക്കാരാന്ന് ചോദിച്ചു. ദേ, ഓട്ടോക്കാരെന്ന് പറഞ്ഞിട്ട് വിളിച്ചാണ്ടല്ലോ, പിന്നെ നിന്നെ ഞാൻ എന്ത് വിളിക്കണം? ഓട്ടോക്കാരനെ പിന്നെ ഓട്ടോക്കാരൻ നല്ല വിളിക്കണ്ടേ? ഈ സമയത്ത് നീതുവിൻ്റെ അമ്മ പറഞ്ഞു, കണ്ടോ എൻ്റെ മോൻ്റെ കോലം കണ്ടോയെന്ന് ചോദിച്ചു. ഓഹോ, കൊള്ളാലോ, നല്ല കോലമാണല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അകത്തുനിന്ന് ബാക്കിയുള്ളവരും കൂടെ ഇറങ്ങി വന്നു. ഈ സമയത്ത് മെമ്പറും കൂടെ അങ്ങോട്ട് വന്നു. മെമ്പർ വന്നിട്ട് പറഞ്ഞു, ദേ ഭാസ്കര, നിങ്ങളുടെ മക്കളും എല്ലാവരും കൂടെ ചേർന്നിട്ട് ഈ പാവം പിടിച്ച ചെക്കനെ ഇങ്ങനെ ആക്കി വെച്ചത് ഒരു കാരണവുമില്ലാതെ. ഭാസ്കരൻ പറഞ്ഞു, അങ്ങനെ ഒരു കാരണമില്ലാതെ എൻ്റെ മക്കൾ കയറി അടിക്കില്ലല്ലോ, അതിന് തക്കതായ കാരണം കാണുമെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പം മെമ്പർ പറഞ്ഞു, ഒരു കാരണമില്ലാതെ അടിച്ചതെന്ന് പറഞ്ഞു. അതെന്തിനാന്ന് അറിയണം, വെറുതെ ഒന്നുമല്ല, ഇവരെന്താണ് പോലീസ് കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്, ഇപ്പം തന്നെ പോലീസ് എത്തിക്കോളും, കാര്യങ്ങളൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. ഭാസ്കരൻ പറഞ്ഞു, പിന്നെ വലിയൊരു പോലീസിനെ കാണിച്ച് പേടിപ്പിക്കാനാണോ ഈ ഭാസ്കരൻ? ഈ പോലീസൊക്കെ എന്ത് പോലീസിനെ കണ്ടിട്ട് അങ്ങനെ പേടിച്ചോടുന്ന ആളൊന്നുമല്ല ഭാസ്കരന്. നിങ്ങളിനി എന്തൊക്കെ പറഞ്ഞാലും ഈ ഭാസ്കരന് ഒരു പോലീസിനെ പേടിയില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ടിഞ്ഞപ്പം മെമ്പർ പറഞ്ഞു, നിനക്ക് പേടിയില്ലെന്നറിയാം, പക്ഷെ നിൻ്റെ മക്കളും അകത്ത് പോയി കിടക്കുമ്പോൾ നീയൊക്കെ പഠിച്ചോളൂ എന്ന് പറഞ്ഞു. ഭാസ്കരൻ പറഞ്ഞു, വെറുതെ അങ്ങ് പേടിപ്പിക്കല്ലോ മെമ്പറെ എന്ന് പറഞ്ഞു. ഈ സമയത്ത് സുഭാഷ് പറഞ്ഞു, ദേ മെമ്പറെ, ഒരു കാര്യമില്ലാതെയല്ല ഇവനെ ഞങ്ങൾ അടിച്ചെന്നുള്ള ശരിയാ, പക്ഷെ അതിന് തക്കതായ കാരണമുണ്ട്, ഒരു കാരണമില്ല ഞങ്ങൾ അടിക്കത്തില്ലോ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ നീതുവിൻ്റെ അമ്മ പറഞ്ഞു, ഒരു കാരണമില്ലാതെയല്ല, എന്താ കാരണം എന്നൊക്കെ ഞങ്ങൾക്കറിയാം, ഞങ്ങളുടെ മോനൊരു തെറ്റും ചെയ്തിട്ടില്ല, വേണ്ടാതെ നിൻ്റെ അനിയൻ കാണിച്ചിട്ട് അത് ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ്ടോ കുറ്റമെന്ന് ചോദിച്ചു. സുഭാഷോട് എന്ത് വേണ്ടാതേനം കാണിച്ചെന്നാ, അവൻ എന്ത് കാണിച്ചെന്നാ പറഞ്ഞേ? ഒന്നും നിനക്ക് അറിയത്തില്ലല്ലേ? ഈ സമയത്ത് നിധി അകത്തുണ്ടായിരുന്നു. നിധിയെല്ലാം കേൾക്കുന്നുണ്ട്. നിധിക്കാണ് ദേഷ്യം വരുന്നുണ്ട്. നിധി പെട്ടെന്ന് അങ്ങോട്ട് ഇറങ്ങി പോകുന്നു. നികേഷ് പറഞ്ഞു, വേണ്ട നിധിയടുത്ത് ഇപ്പം അങ്ങോട്ട് ഇറങ്ങി പോകണ്ട, അവർ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു. നിധി അങ്ങോട്ടേക്ക് ഇറക്കി വിട്ടില്ല. ഈ സമയത്ത് സുധീഷ് പറഞ്ഞു, മര്യാദയ്ക്ക് വിളിച്ചോണ്ട് പോകാൻ നോക്ക്, ഇനി ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇതിനേക്കാളും വലിയ പ്രശ്നമാവും. ഇവൻ ചെയ്ത തെണ്ടിത്തരത്തിന് ഇതൊന്നും അല്ല, ഇത് കൂടുതൽ ഇവന് കൊടുക്കേണ്ടതായിരുന്നു. അല്ല, നിങ്ങളുടെ വീട്ടിലും ഇല്ലേ പെണ്ണുങ്ങളൊക്കെ എന്ന് ചോദിച്ചു. ഇവനോട് ചോദിക്കുക, ഇവൻ എന്ത് കാണിച്ചിട്ടാണ് ഇവനിട്ട് തന്നിട്ടുള്ളതെന്ന് ചോദിക്കാൻ പറഞ്ഞു. ഒടുവിൽ നീതുവിൻ്റെ അച്ഛൻ പറഞ്ഞു, നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട, പോലീസ് വരട്ടെ, പോലീസ് തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും പോലീസ് ജീപ്പ് അങ്ങോട്ട് വരുവാണ്. ഒരു നിമിഷം സുഭാഷും നികേഷും ഒക്കെ അന്നമിട്ട് പരസ്പരം നോക്കുകയാണ്. ഇതുവരെ നടക്കി പോകത്തില്ല എന്നുള്ള കാര്യം മനസ്സിലായി. അപ്പോൾ ഇവർ മനഃപൂർവ്വമാണ് അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുള്ള പ്ലാനിങ് ആണെന്നും മനസ്സിലായി. ഈ സമയത്ത് അകത്ത് നിന്ന് നിധിക്കൊരു കാര്യം മനസ്സിലായി. അകത്ത് നിന്നിട്ട് കാര്യമില്ല, അരങ്ങത്തേക്ക് ഇറങ്ങണം, സത്യങ്ങളൊക്കെ വിളിച്ചു പറയണം. തൻ്റെ നേരെ വളരെ മോശമായി അപമര്യാദയായിട്ട് പെരുമാറിയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്നുള്ള കാര്യം. അഖിലാണെങ്കിലോ താൻ ഒന്നും ചെയ്തിട്ടില്ല, തന്നെ വെറുതെ പിടിച്ചടിച്ചതാണെന്നുള്ള മട്ടിലാണ് അഖിലിൻ്റെ നിപ്പും മട്ടും ഭാവമൊക്കെ. വെറുതെ അങ്ങനെ പിടിച്ചടിക്കില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ പറയുന്ന പോലീസുകാർക്കും അറിയാം. എന്നാലും
ഇങ്ങനെ കേസ് കിട്ടിക്കഴിയുമ്പോൾ അവർക്ക് അന്വേഷിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് അവർ വന്നത്. അങ്ങനെ ചോദ്യം ചെയ്യത്തും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഒടുവിലാണ് നിധി ഇറങ്ങി വന്നിട്ട് ആ സത്യങ്ങളൊക്കെ പറയണത്. എന്താ സംഭവിച്ചതെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത്. അത് മാത്രമല്ല, ഇനിയിപ്പോൾ എന്താണെങ്കിലും ഈ പറയുന്നവർക്കൊട്ടൊക്കെ പണി കൊടുക്കാനായിട്ട് നീതുവും പിന്നെ സുനന്ദയൊക്കെ അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളുമായിട്ട് നാളെ വരാട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണാൻ ശ്രമിക്കണേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.